ഹായ് കൂട്ടുകാരെ, ഞങ്ങളെല്ലാവരും കൂടി മസ്കറ്റ് നൈറ്റ്സിന് പോകുന്ന വീഡിയോ ആണിത്. വീഡിയോ നമുക്ക് കണ്ടാലോ? ഇത് മസ്കറ്റ് നൈറ്റ്സിൻ്റെ പ്രവേശന കവാടമാണ്. ഇതിനകത്തോടാണ് നമ്മൾ കയറി പോകേണ്ടത്. ഇത് കോറം പാർക്കിലാണ്. ജനുവരി 1 മുതൽ ജനുവരി 30 വരെ ആയിരുന്നു മസ്കറ്റ് നൈറ്റ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനകത്ത് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു 3:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. രാത്രി 10-10:30 കൂടിയാണ് തിരിച്ചു പോയത്. അതിനകത്ത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടു തീർക്കാനുണ്ട്. കണ്ടാലും തീരാത്തത്ര കാഴ്ചകളായിരുന്നു. എന്തോ പറയുന്നു. ഇത് നമ്മൾ കുറച്ച് അകത്തേക്ക് കയറി വരുമ്പോൾ ഉള്ള ഭാഗമാണ്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്തെല്ലാം നിറയെ പൂക്കളായിരുന്നു. ഇത്തവണ നോർമലായിട്ട് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവിടെ എപ്പോഴും ഉള്ളതുപോലെയുള്ള തന്നെ പൂക്കൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് അകത്തേക്ക് വീണ്ടും നമുക്ക് പോകണം. വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം വരാൻ കഴിയും. എത്ര ആളുകൾ വന്നാലും തിരക്കുണ്ടാവില്ല. ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ അങ്ങ് ഓടി നടന്ന് കാണുകയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ വളരെ പതുക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്തു പോയത്. ഈ കാണുന്നത് ഒരു മെഷീൻ. ആ മെഷീനിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉള്ള ഫോട്ടോസൊക്കെ ഇതുപോലെ ഒരു കാർഡാക്കിയിട്ട് മൊബൈൽ പൗച്ചിൽ ബാക്കിൽ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ നമ്മളൊന്നും ചെയ്തതൊന്നുമില്ല. പിന്നെ ഇതാ ഈ ഭാഗത്തേക്ക് കാണുന്ന പൂക്കൾ കണ്ടില്ലേ, അതൊക്കെ അവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ. സത്യത്തിൽ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ വിട്ടു പോകാനേ തോന്നില്ല അല്ലേ. ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കൾ. പ്രത്യേകിച്ച് തണുപ്പ് കാലം ആയതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഇവിടെ ഉള്ളത്. ഡിസംബർ മാസമായാൽ പിന്നെ നിറയെ പൂക്കളാവും. ഓരോ ഏരിയയിൽ നമുക്ക് പോയാൽ കാണാൻ കഴിയും. നിറച്ച് പൂക്കളാവും. പലതരത്തിലുള്ള പൂക്കളാണ്. ജമന്തിയൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. ഇതാ ഇപ്പുറത്ത് മറ്റൊരു ഭാഗത്തേക്ക് കണ്ടില്ലേ ബോഗൺവില്ലയൊക്കെ നിൽക്കുന്നത്. അവിടെ നന്നായിട്ട് പൂക്കൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഡിസംബർ മാസത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകണം. ആ കാണുന്ന ഭാഗത്തേക്ക് മസ്കറ്റ് നൈറ്റ്സ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ദീപു ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. എല്ലാവരും ഒക്കെ വരട്ടെ, ഒരുമിച്ച് പോകാമെന്ന് എഴുതി. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരും പലയിടത്തേക്ക് ഓടി നടന്ന് ഫോട്ടോസ് എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നതുകൊണ്ട് പലരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യമായിരുന്നു ഒരുമിച്ച് പോകുന്നതിനായിട്ട്. അകത്തേക്ക് നമ്മൾ കയറുന്നതിനനുസരിച്ച് ഓരോരോ അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിനടുത്തേക്ക് ഓടിച്ചെന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു പോകും. എല്ലാവരും അവിടെ വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. സമയം കൂടുന്നതിനനുസരിച്ച് തിരക്ക് കൂടി വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക്
പോകാനായിട്ടുള്ള വഴികളിൽ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്തായാലും അടിപൊളി ഒരു രസമുള്ള അനുഭവം. നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ മസ്കറ്റ് നൈറ്റിൽ ഹൽവ ഉണ്ടാകുന്നതാണ്. ഇവിടെ ഒമാനി ഹൽവയാണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഈ ഹൽവയുടെ കൂടെ അവിടുത്തെ ഒരു ടീ ഉണ്ട്, അത് കുടിക്കണം. കാവ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ടീ കുടിക്കുമ്പോൾ ഈ ഹൽവയുമായിട്ട് മാച്ച് ആവത്തുള്ളൂ. ടീക്ക് മധുരമൊന്നുമില്ല, അറിയാം. പക്ഷേ ഹൽവ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ നല്ലതാണോ എന്ന് സംശയിച്ചാണ് ഒരു പാത്രത്തിൽ വാങ്ങിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇനിയും വേണമെന്ന് തോന്നി. അത്രയ്ക്ക് നല്ലതായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. ഹൽവ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ വാങ്ങി കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. ദാണ്ട് ഇവിടെയാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് വാങ്ങിക്കാം.
ഇപ്പോൾ ഈ കാണുന്ന ഗ്ലോബൽ വില്ലേജ് എന്ന് എഴുതിയ ഈ ഭാഗത്തേക്കാണ് ഇനി നമുക്ക് കയറേണ്ടത്. ഇതിനകത്തേക്ക് പോകണം. അപ്പോൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കയറിയപ്പോൾ ഇതുപോലെ പല പല രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അവിടുത്തെ കരകൗശല വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. കുറച്ച് ലോങ് ആയി പോകും അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് പാർട്ട് 2 ആയിട്ട് ആ വീഡിയോ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.